മുരുക ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നത് 4 ഗ്രഹങ്ങൾ കർക്കിടകത്തിൽ എത്തുമ്പോഴാണ്. അതായത് 1-ാം തീയതി മുതൽ, കർക്കിടകം 1-ാം തീയതി ജൂലൈ 17 അന്ന് മുതൽ 4 ഗ്രഹങ്ങൾ കർക്കിടകത്തിൽ വരികയാണ്. സൂര്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം. ഇതിൽ സൂര്യനാണ് രാജാവ്. ഇതിന് ഒരു നില ചതുർ യോഗം വരുമ്പോൾ ഉണ്ടാകുന്ന ഗുണഗണങ്ങളുണ്ട്. 27 നക്ഷത്രങ്ങളിൽ 9 നക്ഷത്രക്കാർക്ക് വെന്നിക്കൊടി പാറിക്കാൻ പറ്റുന്ന അവസരം വരികയാണ് എന്ന് കരുതി ബാക്കിയുള്ളവർക്ക് ഒരു ഭാഗ്യാനുഭവവും ആനുകൂല്യവും കിട്ടുകയില്ല എന്നല്ല. സൂര്യൻ, ബുധൻ, ശുക്രൻ, വ്യാഴം ഇത്രയും പേർ കർക്കിടക രാശിയിലെത്തുമ്പോൾ തീർച്ചയായും 9 ഗ്രഹങ്ങൾക്ക് വൻപിച്ച ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുസരിച്ച്, മടിയന്മാർക്കല്ല, ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അനുസരിച്ച് രോഹിണി നക്ഷത്രക്കാർക്ക് അല്പം കൂടി പ്രവർത്തിച്ചാൽ പൂർണ്ണ ഫലം കിട്ടുന്നതാണ്. മകയിരവും വിദ്യാർത്ഥികൾക്കായാലും ജോലി തേടുന്നവർക്കായാലും ജോലി കിട്ടിയതിനു ശേഷം പ്രൊമോഷൻ ശ്രമിക്കുന്നവർക്കായാലും ഡെപ്യൂട്ടേഷന് ശ്രമിക്കുന്നവർക്കായാലും ഗുണകരമാണ്. തിരുവാതിരയ്ക്ക് കഴിഞ്ഞ കുറേ മാസങ്ങളായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവർക്കറിയാം. തിരുവാതിരയായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നമുക്കും അറിയാം. എൻ്റെ കൂട്ടുകാരന് തിരുവാതിരക്കാരന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വൻപിച്ച ഗുണഗണങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. ഉണർന്നം അവർക്കും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. ചെയ്തു കൂട്ടിയ നന്മകൾക്ക് ഗുണം ധാരാളമായി ഉണ്ടാകും. അവരുടെ ഭവന നിർമ്മാണം, മക്കളുടെ വിവാഹം മുതലായവ മേൽക്കുമേൽ ഉന്നതിയിൽ എത്തുന്നതാണ്. അപ്പോൾ രോഹിണി, മകയിരം, തിരുവാതിര, പുണർന്നമാണ് ആദ്യത്തെ 4 നക്ഷത്രക്കാർ. ഇനിയുള്ളത് ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം എന്ന് പറയുന്ന 5 പേരടങ്ങുന്നതാണ്. നേരത്തെ 4 പേരെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഉത്തരംകാർക്ക് സമ്പന്നന്മാരായാലും സമ്പന്നങ്ങളായാലും അവരുടെ ജീവിതത്തിൽ രോഗബാധിതരായി കിടക്കുന്ന അവരുടെ സുപ്രധാനമായ വ്യക്തികൾ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ മല്ലടിച്ച് കിടക്കുന്ന മനോദുഃഖമുണ്ടായിക്കൊണ്ടിരുന്ന കാലഘട്ടം മാറി അവർ വിട പറഞ്ഞ് എന്ന കാലം വരികയാണ്. അപ്പോൾ ഈ രാശിക്കാർക്ക് ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഈ ഉത്തരംകാർക്ക് അവരുടെ റേഞ്ച് വരുന്ന, അവരുടെ മേഖലയിൽ വരുന്ന മനോദുഃഖം മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരവസരം കൂടി വരുന്നത്. ഒരുപക്ഷെ ആ വ്യക്തി വിട പറയാം, അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാം. അതിന് രണ്ടിനും സാധ്യതയുള്ള ഒരു ഘട്ടമാണിത്. അതും മനോവേദന മാറി സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ഘട്ടമാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത്. ജോലിയിലായാലും പ്രൊമോഷനിലായാലും അവർക്ക് നല്ല അവസരങ്ങളുണ്ട്. അവരുടെ എല്ലാ നന്മകൾക്കും വച്ചക്കൊടി കാണിക്കാൻ രാജാവായ സൂര്യന് കഴിയുന്നതാണ്. അത്തം നക്ഷത്രക്കാർക്കും അവരുടെ പിടിവാശി മാറ്റിവെക്കുമ്പോൾ അവരുടെ ഉദ്ദേശിച്ച സകല കാര്യങ്ങളും പൂർണ്ണമായി നടന്നില്ലെങ്കിലും ഒരു 3/4 ഭാഗം നടക്കുന്നതാണ്. അവർക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് പകുതിയിലേറെ പ്രവർത്തിച്ചു കഴിഞ്ഞവർക്ക് ആ പ്രവൃത്തിയുടെ ഗുണഫലം, നല്ല രീതിയിൽ കർമ്മഫലം കിട്ടുന്നതാണ്. ചിത്തിര ഏത് കാര്യത്തിനും 2 കാര്യങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കുക. പഠിച്ചിരുന്ന കാലത്ത് 2 പെൻസിൽ, 2 റബ്ബർ, 2 ബുക്ക് ഒരേ കാര്യത്തിന്, അത്തരം ഈ 2 വേണമെന്ന് വിചാരിച്ചിരുന്ന അവർക്ക് ഇപ്പോൾ അവർക്ക് 2 ഭവനം നിർമ്മിക്കാനുള്ള അവസരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനും ഗുണമുണ്ടാകും. ചിലപ്പോൾ അവർ ആരാധനാലയങ്ങളുടെ ചുമതല വഹിക്കേണ്ടതായിട്ട് വരും. ശോഭനമായ ഒരു അന്തരീക്ഷമാണ് അവർക്ക് മുന്നിൽ കാണുന്നത്. ചോതിക്ക് വളരെ അടുത്ത കാലത്തായി 4-5 മാസമായി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും പരീക്ഷ എഴുതിയത് വിത്തുകളുടെ വരായി കിട്ടുക തടഞ്ഞു വെച്ചിരുന്നു. റിസൾട്ട് തടഞ്ഞു വെച്ച സംഭവം പോലും അവർക്കുണ്ടായി. വിവാഹകാര്യം നിശ്ചയം കഴിഞ്ഞതിന് പോലും തെറ്റിപ്പോയി. റിവാലുവേഷൻ വിത്തുകളുടെ മാറി നല്ല ഹൈ മാർക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ കഴിയും. അതുപോലെ തന്നെ കാലതാമസം വന്ന ചോദ്യയുടെ പല കാര്യങ്ങളും വിസ ഉൾപ്പെടെ വിജയിച്ചു വരുന്നതാണ്. പഠിച്ചതിന് തുല്യമായ പഠനത്തിൻ്റെ ക്വാളിറ്റിയിലുള്ള സരസ്വതി ലക്ഷ്മി കടാക്ഷത്താൽ അവർക്ക് അവർ വിചാരിക്കുന്ന തരത്തിലുള്ള ജോലി കിട്ടും. വർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും.
ശാഖദത്തൻ മുരുകനാണ്. ഏതു തരത്തിലായാലും അവർക്കും ചില കാര്യങ്ങൾ കടുംപിടിയുള്ളവരാണ്. അതെല്ലാം മാറ്റി മുന്നോട്ട് പോകാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ, സഹോദരന്മാരുടെ, ഇയാൾ മുതിർന്നയാളാണെങ്കിൽ വിവാഹത്തിനും ജോലി ലഭിക്കുന്നതിനും വസ്തു വിഭജിച്ചു കൊടുക്കുന്നതിനും, ഈ വിശാഖം മുതിർന്ന വ്യക്തിയാണെങ്കിൽ അയാൾ കലശലായ കലമ്പലുണ്ടാക്കാതെ, രസം വഴക്കമുണ്ടാകാതെ സമാധാനത്തോടുകൂടി അതെല്ലാം ചെയ്ത് നല്ല മാതൃകാപരമായ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും. ആ വ്യക്തിക്ക് സ്ത്രീയായാലും പുരുഷനായാലും കഴിയും. നല്ല തരത്തിലുള്ള സൽപ്പേരും എവിടെ ചെന്നാലും സീറ്റും കിട്ടുന്ന തരത്തിലാണ് വിശാഖത്തിൻ്റെ നിലപാട്. ഒന്നുകൂടി പറയാം. 9 നക്ഷത്രക്കാർ: രോഹിണി, മകയിരം, തിരുവാതിര, ഉണർത, ഉത്രം, അത്തം, ചിത്തിര, ചോതി. ഇതിൽ നമ്മുടെ വീട്ടിലുള്ളവരുടെ പ്രായം കൂടി പരിശോധിക്കാം. ഇവരാരെങ്കിലും നമ്മുടെ വീട്ടിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എങ്കിൽ അവർക്കുണ്ടാവാവുന്ന ഗുണഫലങ്ങൾ, അവർക്ക് സൂര്യൻ നൽകുന്ന ഭാഗ്യം രക്ഷിതാക്കൾക്ക് 10 വയസ്സ് വരെ അവർ കിട്ടുന്നതാണ്. അതിൽ നാം അഭിമാനിക്കണം. അല്ലാതെ ഈ നക്ഷത്രക്കാരെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും എല്ലാം പൊടി കൊച്ചുങ്ങളാണല്ലോ എന്ന് കരുതി വിഷമിക്കേണ്ട. നമ്മൾക്ക് കിട്ടേണ്ടതായ, മുതിർന്നവർക്ക് കിട്ടേണ്ടതായ ഗുണഫലങ്ങൾ ഈ കുട്ടികളിൽ നിന്ന് 10 വയസ്സ് വരെ രക്ഷകർത്താക്കൾക്കാണ് കിട്ടുന്നത്. അതിൽ സന്തോഷിക്കണം. ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട്.